എറണാകുളം ബിഷപ്പ് ഹൗസിൽ പ്രതിഷേധിച്ച വൈദികരെ അറസ്റ്റ് ചെയ്യുമെന്ന സൂചന. സംഘർഷ സാഹചര്യം തുടരുന്നതിനാൽ ബിഷപ്പ് ഹൗസിന് മുന്നിൽ വീണ്ടും ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരിക്കുകയാണ് പോലീസ്. 6 വൈദികർക്ക് കുർബാന വിലക്ക് ഏർപ്പെടുത്തിയതിനെ തുടർന്നുണ്ടായ പ്രതിഷേധത്തിലാണ് വിശ്വാസികൾ പോലീസുമായി ഏറ്റുമുട്ടിയത്. അതേസമയം പോലീസ് നടപടിയിൽ ADMK മീരയുടെ നേതൃത്വത്തിൽ സമരക്കാരുമായി നടത്തിയ ചർച്ചയിലും സമവായമായില്ല. ഇപ്പോഴും സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യമാണ്. പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരിക്കുന്നു. നേരത്തെ നടന്ന സംഘർഷത്തിൽ പോലീസും സമരക്കാരുമായി ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായി. പിന്നീടാണ് വൈദികരെ ബിഷപ്പ് ഹൗസിനുള്ളിലേക്ക് പ്രവേശിച്ചത്. വളരെ ഗുരുതരമായൊരു സാഹചര്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴും സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ബിഷപ്പ് ഹൗസിൽ നേരത്തെ പ്രതിഷേധിച്ച വൈദികരെ അറസ്റ്റ് ചെയ്തേക്കുമെന്നുള്ള ചില സൂചനകൾ കൂടി വരുന്നുണ്ട്. നിലവിൽ കുർബാന വിലക്ക് ഏർപ്പെടുത്തിയതിനെ തുടർന്നുണ്ടായ പ്രതിഷേധമാണ് അതൊരു സംഘർഷത്തിലേക്ക് കടന്നത്. 6 വൈദികർക്കാണ് കുർബാന വിലക്ക് ഏർപ്പെടുത്തിയ സാഹചര്യമുണ്ടായത്. ഇതേ തുടർന്നാണ് വളരെ വലിയ രീതിയിലൊരു പ്രതിഷേധം ഉണ്ടാകുന്നത്. അതിനെ തുടർന്ന് ആ ഒരു പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. എന്നാൽ സംഘർഷം നിലവിൽ അവസാനിച്ചെങ്കിൽ കൂടിയും ഇപ്പോഴും സംഘർഷ സാഹചര്യം ബിഷപ്പ് ഹൗസിന് മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. അതിനായി പോലീസ് ബാരിക്കേഡുകൾ വീണ്ടും സ്ഥാപിച്ചിരിക്കുകയാണ്. നേരത്തെ നടന്ന സംഘർഷത്തിൽ പോലീസും വിശ്വാസികളും തമ്മിൽ ഏറ്റുമുട്ടി. കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, നിലവിൽ സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ നേരത്തെ നടത്തിയ ചർച്ചയിൽ പോലും കൃത്യമായൊരു സമവായം ഉണ്ടായില്ല. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, ഒരു സംഘർഷ സാധ്യതയ്ക്ക് ഇപ്പോൾ അയവ് വന്നിരിക്കുന്നു. കാരണം സമരക്കാർ ഉന്നയിച്ച ചില ആവശ്യങ്ങൾ അവിടെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്, അവർ ശക്തമായി എതിർത്തിരുന്ന മാർ ബോസ്കോ പുത്തൂർ സ്ഥാനം ചുമതല ഒഴിഞ്ഞിരിക്കുന്നു. പകരം ആർച്ച് ബിഷപ്പിന്റെ വികാരിയായി ജോസഫ് പംപ്ലാനിയെ നിയമിച്ചു എന്ന വിവരമാണ് തുടർന്നത്. ആ ആവശ്യം അംഗീകരിക്കപ്പെട്ടു. എന്നാൽ തങ്ങളുടെ വൈദികരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതും അല്ലെങ്കിൽ അവിടെ ബലം പ്രയോഗിച്ച് നീക്കിയതിലടക്കമുള്ള പ്രതിഷേധങ്ങൾ തുടരുന്നു എന്ന കാര്യം പറയുമ്പോൾ തന്നെ ചില ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടതുകൂടി നേരത്തെ സമരസമിതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ ഇത് സമരത്തിന്റെ ഒരു വിജയമാണ് എന്ന കാര്യമാണ് കുര്യാക്കോസ് മുണ്ടാടൻ ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ കഴിഞ്ഞ ദിവസം നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിച്ചത്. എറണാകുളം അതിരൂപത അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററെ മാറ്റി എന്ന കാര്യം സമരസമിതി തന്നെയാണ് വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്, നേരത്തെ ഈ ഒരു വൈദികരുടെയും ഒപ്പം തന്നെ വിശ്വാസികളുടെയും എല്ലാം തീരുമാനം എന്ന് പറയുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തി വൈദികർ അറസ്റ്റ് വരിക്കുക, വൈദികർക്കൊപ്പം തന്നെ 21 സമരരംഗത്തുള്ള 21 വൈദികർ അറസ്റ്റ് വരിക്കുക, ഒപ്പം തന്നെ മറ്റുള്ള ആളുകൾ കൂടി അറസ്റ്റ് വരിക്കുകയും അവർക്കൊപ്പം വിശ്വാസികൾ കൂടി അറസ്റ്റിലേക്ക് നീങ്ങുക എന്നെല്ലാമുള്ള ശക്തമായ സമര പരിപാടികളായിരുന്നു ആസൂത്രണം ചെയ്തത്. എന്നാൽ പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തുമെന്നാൽ ആരെയും കസ്റ്റഡിയിൽ എടുക്കില്ല. അവരുടെ പേരുകൾ രേഖപ്പെടുത്തി അറസ്റ്റ് രേഖപ്പെടുത്തുക മാത്രമാണ്. പേരുകൾ ചോദിച്ചറിഞ്ഞ് വിവരങ്ങൾ, അഡ്രസ് അടക്കം ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം അറസ്റ്റ് നിയമാനുസൃതം രേഖാമൂലം രേഖപ്പെടുത്തുക എന്നൊരു നടപടി മാത്രമായിരിക്കും പൂർത്തിയാക്കുക. ഈ പറഞ്ഞതുപോലെ ആരെയും വാഹനങ്ങളിൽ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയോ അത്തരത്തിലുള്ള ഒരു പ്രതിഷേധ സാധ്യതകളോ സാഹചര്യങ്ങളോ സൃഷ്ടിക്കില്ല എന്ന കാര്യം തന്നെയാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന് താൽക്കാലികമായി ഒരു പരിസമാപ്തി ഉണ്ടാകുന്നു. ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം അവർ ഇവിടെ തന്നെ തുടരുന്ന പശ്ചാത്തലം ഉണ്ടായി കഴിഞ്ഞാൽ പള്ളികളിൽ നാളത്തെ ചടങ്ങുകൾക്ക് മുടക്കമുണ്ടാകില്ല. ചടങ്ങുകളെല്ലാം തന്നെ കൃത്യമായി നടക്കും. അതുകൊണ്ട് തന്നെ അത്തരമൊരു പ്രതിഷേധ സാധ്യതകൾ കൂടി ഒഴിവാകുകയും ചെയ്യും. വിഷ്ണു.